കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിൽ ഹൈക്കോടതി വാദം കേൾക്കും. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഹർജിയിലാണ് വാദം കേൾക്കാനായി അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ നടിയാക്രമണ കേസിൽ ശിക്ഷയിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഒരു വശത്ത് അതിജീവിതയുടെ നിയമപോരാട്ടം നടക്കുന്നുണ്ട്, മറുവശത്ത് പക്ഷേ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രതികളും രംഗത്തെത്തിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ അവർ അപ്പീൽ നൽകിയിരിക്കുന്നു. എന്താണ് അതിൽ സൂചിപ്പിക്കുന്നത്? ഇനി 2 ആഴ്ചയ്ക്ക് ശേഷമാണുള്ള കേസ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ. ഈ പ്രധാനമായും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളാണ് കേസിൽ കുറ്റക്കാരെന്ന് ട്രയൽ കോർട്ട് കണ്ടെത്തിയത്. ഇവർക്ക് നൽകിയത് ശിക്ഷാവിധി, അതായത് 20 വർഷം കഠിന തടവാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അത് ശിക്ഷാവിധി മരവിപ്പിക്കണം, ട്രയൽ കോർട്ടിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് പ്രധാനമായും പ്രതികളുടെ ആവശ്യം. അതാണ് ഈ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ വാദം കേൾക്കും. സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കോടതി തേടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വാദം കേൾക്കാൻ പരിഗണിക്കും. എന്തായാലും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ ഈ കേസിലെ കുറ്റക്കാരെന്ന് വിധിച്ച കോടതി ശരിയായ രീതിയിൽ തങ്ങളുടെ അതായത് തെളിവുകൾ ശരിയായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും പ്രതികളുടെ ആരോപണം. അതാണ് അത് തന്നെ ഉന്നയിച്ചിട്ടാണ് ഹൈക്കോടതിയിൽ, അതും പ്രത്യേകിച്ച് ഈ അപ്പീൽ കാലാവധി തീരുന്നത് വരെ, അതായത് ഈ ശിക്ഷാവിധി മരവിപ്പിക്കുകയാണെങ്കിൽ അപ്പീൽ കാലാവധി തീരുന്നത് വരെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതിനുള്ള സാഹചര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ കോടതി ഈ കേസിൽ അന്തിമ വിധി കൽപ്പിക്കുക, ഈ ഹർജിയിൽ അന്തിമ വിധി കൽപ്പിക്കുക. എന്തായാലും പ്രതികളുടെ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികൾക്ക് നൽകിയിരിക്കുന്ന ശിക്ഷാവിധി കുറഞ്ഞുപോയി. അതായത് ഈ ഇത്തരം കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആ ആവശ്യം അതായത് പ്രതികൾക്കെതിരെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് നൽകിയിരിക്കുന്നുള്ള സാഹചര്യം കൂടി, വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാജ്യത്തെ തന്നെ ആദ്യത്തെ, അതായത് കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള കുറ്റകൃത്യം, അതും രാജ്യം തന്നെ അങ്ങേയറ്റം ശ്രദ്ധിച്ച ഒരു ക്രിമിനൽ കേസുകളിൽ ഒന്നുകൂടിയാണിത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്ക് അത് വേണ്ട തരത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടാത്ത തരത്തിലുള്ള ശിക്ഷാവിധിയാണ് ട്രയൽ കോർട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള വിമർശനവും ശക്തമാണ്. ആ സാഹചര്യത്തിൽ എന്തായാലും ഈ അപ്പീൽ നടക്കുന്ന കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി മരവിപ്പിക്കുകയാണെങ്കിൽ പ്രതികൾക്ക്, അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യം ലഭിക്കാം. അതായത് അപ്പീൽ പരിഗണിച്ച് തീരുന്നത് വരെ ജാമ്യ കാലാവധി അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം എന്നുള്ളൊരു ലൂപ്പ് ഹോളാണ് ഇതിലുള്ളത്. അത് ഉപയോഗപ്പെടുത്താനാണ് പ്രതികളുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ അഭിപ്രായം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതി തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപം പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി. മാത്രമല്ല ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടി, ഈ വിഷയത്തിൽ എന്തായാലും പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികളുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. ഈ പ്രതികളുടെ അപ്പീൽ പരിഗണിക്കുന്നതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ നിലപാട് വേറെ നിർണായകം തന്നെ ആയിരിക്കുമല്ലോ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷൻ്റെ അപ്പീലിന്മേൽ അല്ലെങ്കിൽ അതിജീവിതം നൽകിയ അപ്പീലിന്മേലൊക്കെ നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുണ്ടോ? എന്തായാലും കഴിഞ്ഞ ദിവസമാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിചാരണ കോടതി നൽകിയിരിക്കുന്ന ശിക്ഷാവിധി കുറഞ്ഞുപോയി, അതുപോലെ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു 4 പ്രതികളെ വെറുതെ വിട്ട സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നേരത്തെ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള പരാതി, അത് വീണ്ടും ഒരു അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ നടി സമീപിച്ച സാഹചര്യമാണ്. ഇങ്ങനെ 2 അപ്പീലുകൾ നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതി ഇതിൽ വാദം കേൾക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് 2 അപ്പീലുകളും കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പ്രതികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതികൾക്ക്, അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നത് തങ്ങൾക്കെതിരെ
കള്ളം ചുമത്തി, അത് കള്ളക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല, തങ്ങളെ വെറുതെ വിടേണ്ട സാഹചര്യമുണ്ട്, കേസിൽ തങ്ങൾ പ്രതികളല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ ഉന്നയിക്കുന്നത്. 2025 ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി പുറത്തു വരുമ്പോഴാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്നതും. മാത്രമല്ല ദിലീപ് ഉൾപ്പെടെ 7ാം പ്രതി മുതലുള്ള ആളുകൾ, ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ, ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്, പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ തന്നെ ഈ 4 പ്രതികളെ വെറുതെ വിട്ട സാഹചര്യം, പ്രത്യേകിച്ചും മുഖ്യ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ദിലീപ് അടക്കമുള്ള ആളുകളെ, ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ കൂടിയാണ് അപ്പീൽ നിലവിലുള്ളത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഉള്ള ട്രയൽ കോർട്ടിന്റെ വിധിക്കെതിരെ വലിയ വിമർശനവുമാണ് ഉയർന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ശിക്ഷാവിധി. കാരണം ഈ കേസിൽ ഏറെ നിർണായകമായത് മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നതാണ്. ആ വിഷയത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ അതിജീവിതം ഉന്നയിച്ചിരുന്നു ഹൈക്കോടതി. പക്ഷേ 2 ജഡ്ജിമാരും അതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ. ഈ വിഷയത്തിൽ പുതിയ ജഡ്ജിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി, അതല്ലെങ്കിൽ ആ ഹർജിയിന്മേലുള്ള വാദമൊക്കെ ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നു. അവിടെയാണ് ഈ പ്രതികളുടെ ആവശ്യം പരിഗണിക്കാൻ ഹൈക്കോടതി തയ്യാറായിരുന്നു അല്ലേ? മൂന്നാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ച ജഡ്ജി ഈ കേസ് വാദം കേൾക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ കേസിൽ അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അതിജീവിതയുടെ ആവശ്യം, അതിൽ SITയെ നിർത്തിക്കൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്, SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതി സമീപിക്കുക. അതിൽ മൂന്നാമത്തെ ജഡ്ജി, അതായത് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അതിന് നടപടിക്രമങ്ങളാണ് നടക്കാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന ആശങ്കകൾ അത് പരിഹരിക്കാതെയും പരിഗണിക്കാതെയും കേസിലെ പ്രധാന തെളിവ് എന്ന് പരിഗണിച്ചിരുന്ന മെമ്മറി കാർഡിന്റെ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂസ് അത് പരിഹരിക്കാതെയാണ് ഇതിൽ ട്രയൽ കോർട്ട് അന്തിമ വിധിയിലേക്ക് പോകുന്ന മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഫോറൻസിക് സയൻസ് ലാബ് ഇത്തരത്തിൽ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണ്ടെത്തുന്നത്. 3 തവണയാണ് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുള്ളതിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട്. ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, മറ്റൊന്ന് ശിരസ്ദാർ താജുദ്ദീൻ, മറ്റൊന്ന് കോടതിയിലെ തന്നെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ. ഈ 3 പേരാണ്, അതും കോടതിയുടെ സമയത്ത് അല്ലാതെ രാത്രി കാലങ്ങളിലാണ് മെമ്മറി കാർഡ് ഉപയോഗിച്ചതെന്ന് സമയമടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അന്വേഷണം വേണമെന്ന് അന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിൽ ഉത്തരവിടുകയും വിചാരണ കോടതി ജഡ്ജ് ഹഡിയം വർഗീസ് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതെന്നും റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പ്രത്യേകിച്ചും കോടതിയുടെ തൊണ്ടി മുതലാണത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സമർപ്പിച്ചപ്പോഴും ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ല ഹണിയം വർഗീസ് എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്ന് അതിജീവിത ഒരു ഉപഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഹൈക്കോടതി ആ ഉപഹർജി തള്ളുന്ന സാഹചര്യം വേണ്ടത്. പ്രത്യേകിച്ചും ഇതൊരു ഉപഹർജിയായിട്ടല്ല വരുന്നത്, ഹർജിയായി, അതായത് പ്രധാനപ്പെട്ട ഒരു ഹർജിയായി തന്നെ വീണ്ടും ഫയൽ ചെയ്യണമെന്ന് ഹൈക്കോടതി എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ പ്രൊസീഡിംഗ്സ് ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിലാണ് ഹൈക്കോടതി വാദം കേൾക്കുക. ഈ വാദം കേൾക്കാനായി അപ്പീല് 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.